കുറവുകളുള്ളവരാണ് മനുഷ്യരൊക്കെ. കുറവുള്ളിടത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറവുകൾ മാത്രമേ കാണാൻ കഴിയൂ. നിറവുള്ളിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറവുകൾ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് ഉറൂബിന്റെ വാക്കുകളാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കേണ്ടവർ എന്നും അത് തുടർന്നുകൊണ്ടിരിക്കും. അവർക്കൊരിക്കലും നമ്മുടെ ഗുണങ്ങളോ നല്ല വാക്കുകളോ കേൾക്കാനോ കാണാനോ സമയമുണ്ടാകില്ല. അവരെന്നും നമ്മുടെ കുറ്റങ്ങളെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ ആ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമാണ്. മറിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ നല്ല ഗുണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ചീത്ത സ്വഭാവങ്ങളും തുറന്നു പറയുന്നവരെയാണ് നമുക്ക് കൂടെ കൂട്ടേണ്ടത്. അവർ പറയുന്നത് കേൾക്കുക, അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. നമസ്കാരം, എൻ്റെ പേര് സുരളിദത്ത്. എല്ലാവർക്കും സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടറിനെ പറ്റി പഠിച്ചു. കലണ്ടറിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കലണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ആദിവർഷം എന്താന്ന് നമ്മൾ പറഞ്ഞു, ഓഡ് ഡേ എന്താന്ന് പറഞ്ഞു, മാസം പറഞ്ഞു, മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയി. ഇനി എന്താണ് നമുക്ക് കലണ്ടറിൽ വേണ്ടത്? ഇനി നമുക്ക് അടുത്തതായി കലണ്ടറിൽ വേണ്ടത് കലണ്ടറിനകത്തെ ഡേസിനെ പറ്റിയാണ്, ദിവസങ്ങളെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നാൽ മറ്റൊരു ദിവസം കണ്ടുപിടിക്കുന്ന എന്താണ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 2025 ജനുവരി മാസത്തിലെ ഒരു ദിവസം തന്നാൽ ആ 2025 തന്നെ മറ്റൊരു മാസത്തിലെയോ മാർച്ചിലെയോ ഏപ്രിലെയോ ഒക്കെ മറ്റൊരു മാസത്തിലെ മറ്റൊരു ദിവസം കണ്ടുപിടിക്കുന്ന എന്താണ്, എങ്ങനെയാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് കടക്കാം. വീണ്ടും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എല്ലാവർക്കും സ്പിയർ മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കലണ്ടറിനെ പറ്റി വീണ്ടും തുടർന്ന് പഠിക്കുകയാണ്. എവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കലണ്ടർ നിർത്തിയത്? എവിടെയാണ് കലണ്ടറിന്റെ പോർഷൻസ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? എവിടെയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കലണ്ടർ പഠിച്ചു തുടങ്ങിയപ്പം നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കലണ്ടറിലെ മാസങ്ങളെ പറ്റി പഠിച്ചു. മാസങ്ങളെ കഴിഞ്ഞിട്ട് നമ്മൾ അതിലെ ലീപ്പ് ഇയറിലേക്ക് വന്നു, അതിവർഷത്തിലേക്ക് വന്നു. അതിവർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോയത് ഓഡ് ഡേ എന്താന്ന് മനസ്സിലാക്കാനാണ്. ഓഡ് ഡേ അല്ലെങ്കിൽ ഒറ്റ ദിവസങ്ങൾ പഠിക്കുക. ഓഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കിലൂടെ ചെയ്തു. ഇനി കലണ്ടറിനകത്ത് PSC എക്സാമിനകത്ത് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ടൈപ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്, അത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ എഴുതി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. ഈ കണക്കുകളെല്ലാം ശ്രദ്ധിച്ച് കാണുക. തൊട്ടു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കലണ്ടറിന്റെ കഴിഞ്ഞ വീഡിയോസ് കൂടെ കാണാൻ ശ്രമിക്കുക. അത് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറെ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് നേരെ കലണ്ടറിലേക്ക് പോവാം. കലണ്ടറിന്റെ കണക്കുകളിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ടൈപ്പ് 1ലേക്ക് പോകാം. എന്താണ് ടൈപ്പ് 1ലെ ആദ്യത്തെ ചോദ്യം? ടൈപ്പ് 1ലെ ക്വസ്റ്റ്യൻ ഇതാണ്: 2025 ജനുവരി 15 എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയായാൽ 2025 മാർച്ച് 10 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: 2025 ജനുവരി 15 തിങ്കളാഴ്ചയാണ്. ശരി, എന്നാ എന്താ ചോദ്യം? 2025 മാർച്ച് 10 ചോദിച്ച്. എന്നാ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ഒരു കണക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കുക, ഞാൻ പറയുന്നത് പോലെ തന്നെ കേട്ട് മനസ്സിലാക്കുക, കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ചോദ്യോടെ തരും. അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാനാണ്. അത് നിങ്ങൾ തനിയെ ചെയ്ത് നമ്മൾ ഈ ഒരു ടൈപ്പില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കണക്കിൽ വന്നാലും ഇത് ചെയ്യുമെന്ന് ഉറപ്പിക്കും. ഓക്കെ, ഒരു കണക്ക് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ മനസ്സിലാക്കണം. ഒന്ന് നോക്കുക, എന്താ ചോദ്യം? 2025 ജനുവരി 15 തിങ്കളാഴ്ചയാണ്. ചോദ്യം 2025 തന്നെ മാർച്ച് 10 ഏത് ദിവസമാണ്? ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദ്യം മനസ്സിലാക്കണം. മുകളിലും 2025 ആണ്, താഴെയും 2025 ആണ്. ഒരു കാര്യം ഉറപ്പിക്കണം, ഇയർ സെയിം ആണ്. ആദ്യം എന്തുവാ ചെക്ക് ചെയ്യണ്ടേ? ആദ്യം എന്ത് ഉറപ്പിക്കണ്ടേ? ഇയർ സെയിം ആണെന്ന് ഉറപ്പിച്ചു വെക്കണം. ഉറപ്പായല്ലോ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ക്ലിയർ ആയി. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇയർ സെയിം ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഇയർ സെയിം ആണ്. ഇയർ സെയിം ആണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? ജനുവരി 15 തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷത്തിൽ തന്നെ, സെയിം വർഷത്തിൽ തന്നെ മാർച്ച് 10 ചോദിച്ചേ. ഓക്കെ, അതായത് ഒരു വർഷത്തിലെ ഒരു ദിവസം തന്നിട്ട് അതേ വർഷത്തിലെ മറ്റൊരു ദിവസം ചോദിക്കുകയാണ്. അതല്ലേ ചോദ്യം? ഒരു വർഷത്തിലെ ഒരു ദിവസം തന്നിട്ട്, ജനുവരി 15 തിങ്കളെന്ന് തന്നിട്ട് അതേ വർഷത്തിലെ 2025 തന്നെ മറ്റൊരു ദിവസമായ മാർച്ച് 10 ചോദിക്കുകയാണ്. ഇതാണ് കോൺസെപ്റ്റ്. ഇങ്ങനെ ക്ലിയർ ആക്കണം. ഓക്കെ,
എന്നാൽ ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് പറയാം. ഒന്ന് നോക്കിക്കോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇയർ സേവ് ആണെന്ന് ആദ്യം ഉറപ്പ് വരുത്തി. അത് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ജനുവരി 15 ഉണ്ടെങ്കിൽ മാർച്ച് 10 ആണ് ചോദ്യം. ഇതാ ഇങ്ങനെ പറയണം. നമ്മൾ അതിന്റെ സ്റ്റെപ്പുകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് താണ്ട് ഇങ്ങനെ പറയണം. തന്നിരിക്കുന്ന മാസങ്ങളിലെ ഏതാ തരുന്നത്? ജനുവരി 15 തന്നിട്ട് മാർച്ച് 10 ചോദിച്ചേ. ഇങ്ങനെ പറയണം. തന്നിരിക്കുന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ആദ്യം പറയണം. ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞു വന്നേ. എങ്ങനെയാ പറയണ്ടേ? തന്നിരിക്കുന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ആദ്യം പറയണം. തന്നിരിക്കുന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ആദ്യം പറയണം. മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. ഒന്ന് പറ. ആദ്യത്തെ മാസം ആദ്യം പറയണം. ആദ്യത്തെ മാസം എന്ന് പറഞ്ഞാൽ ജനുവരിയും മാർച്ചും ആകുമ്പം അതിനകത്ത് ആദ്യത്തെ മാസം. ജനുവരിയും മാർച്ചും ആകുമ്പം അതിനകത്ത് ആദ്യത്തെ മാസം എന്ന് പറഞ്ഞാൽ ഏതാ? ജനുവരി. അതിനകത്ത് ആദ്യത്തെ മാസം ജനുവരിയാണ്. ക്ലിയർ ആണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ജനുവരിയും മാർച്ചിനകത്ത് ആദ്യത്തെ മാസം ഏതാ? ജനുവരി. ആദ്യത്തെ മാസം ആദ്യം പറഞ്ഞു. ഓക്കെ, ഒരു പ്രശ്നമില്ല, കിട്ടിയല്ലോ. ആദ്യത്തെ മാസം പറഞ്ഞു. ആദ്യത്തെ മാസം പറഞ്ഞ പിന്നെ പറയേണ്ടത് ആ എഴുതിയ മാസത്തിൽ ആകെ എത്ര ദിവസം ഉണ്ടെന്ന് പറയണം. ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞേ. ആ എഴുതിയ മാസത്തിൽ ആകെ എത്ര ദിവസം ഉണ്ട്? ടോട്ടൽ ഡേയ്സ് പറയണം. ടോട്ടൽ ഡേയ്സ് എത്ര? ജനുവരി ആകെ എത്ര ദിവസമുണ്ട്? പറയും. ജനുവരി ആകെ 31 ദിവസമുണ്ട്. ക്ലിയർ ആയല്ലോ? ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ മാസം പറയും. മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. അതിനകത്ത് ആദ്യത്തെ മാസം ഏതാ? ജനുവരി. പറഞ്ഞു. ഓക്കെ. മാസം പറഞ്ഞ പിന്നെന്ത് വേണം? ആ എഴുതിയ മാസത്തില് ആകെ എത്ര ഉണ്ടെന്ന് പറയും. ജനുവരിയിൽ ആകെ എത്ര ഉണ്ട്? 31 ദിവസമുണ്ട്. ഓക്കെയാണ്, ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് ആകെയുള്ള ദിവസങ്ങളുടെ എണ്ണം എഴുതി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ തന്നേ അത് എപ്പോഴും കുറച്ച് പറയണം. നിങ്ങൾക്ക് എത്രയാണോ തന്നേ അതെപ്പോഴും കുറച്ച് പറയണം. ഇങ്ങനെ പറയണം. ജനുവരി ആകെ 31 ഉണ്ട്. നിങ്ങൾക്ക് തന്ന എത്രയായാലും കുറച്ച് പറയണം. ഒന്ന് പറഞ്ഞേ. തന്ന എത്ര? 15. സോ 15 കുറയ്ക്കണം. ഇങ്ങനെ പറയണം. 31 നിന്നും 15 കുറച്ചാൽ ബാക്കി എത്ര ദിവസം? 16 ദിവസം. ക്ലിയർ ആയോ? ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓക്കെ ആയി. ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എങ്ങനെ പറയും? എങ്ങനെ പറഞ്ഞേ? മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന മാസങ്ങൾ. തന്നിരിക്കുന്ന മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. ആദ്യത്തെ മാസം ഏതാ? ജനുവരി. തന്നിരിക്കുന്ന ആദ്യത്തെ മാസം അല്ലേ പറയണ്ടേ? ജനുവരിയിലും മാർച്ചിലും ആദ്യത്തെ മാസമായിട്ടുള്ള ജനുവരി പറഞ്ഞല്ലോ. എന്നാ പിന്നെന്ത് പറയണം? മാസം എഴുതി കഴിഞ്ഞാൽ എപ്പോഴും പറയണം അതിലാകെ എത്ര ഉണ്ട്. ജനുവരിയിൽ ആകെ എത്ര ഉണ്ട്? ജനുവരിയിൽ ആകെ എത്ര ഉണ്ട്? 31 ഉണ്ട്. അത് എഴുതി. പിന്നെന്ത് ചെയ്യണ്ടേ? തന്നതങ്ങ് കുറയ്ക്കണം. എത്ര തന്നോ അതങ്ങ് കുറയ്ക്കണം. എത്ര തന്നു? 15 തന്നു. അത് കുറച്ചു. 31 15 കുറച്ചു. എത്ര കിട്ടി? 16 കിട്ടി. ക്ലിയർ? ജനുവരി കഴിഞ്ഞു. ജനുവരി കഴിഞ്ഞ നേരെ അടുത്ത മാസത്തിലേക്ക് പോകണം. ഒന്നും ആലോചിക്കാതെ ഉടനെ അടുത്ത മാസമായിട്ടുള്ള ഫെബ്രുവരിയിലോട്ട് പോകണം. ക്ലിയർ ആയോ? ഫെബ്രുവരിയിലോട്ട് പോകുമ്പം ഒരു കാര്യമൂടെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണ്ടേ? ഫെബ്രുവരി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ തന്ന വർഷം 2025 ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം നമുക്കറിയാം 2025 ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ഫെബ്രുവരി ആയതുകൊണ്ടാണ്. കാരണം ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ദിവസമുണ്ട്. ലീപ്പ് ഇയർ അല്ലെങ്കിൽ 28 കാണും. ഓക്കെ ആണേ? എന്നാ പറ. 2025 ലീപ്പ് ഇയർ പഠിച്ചവരാ നിങ്ങൾ പറയും 2025 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് പറ. അവസാനത്തെ രണ്ടക്കം എന്ന് പറഞ്ഞാൽ 25. ആ 25 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതം അല്ല. സോ 2025ന്റെ അവസാനത്തെ രണ്ടക്കമായിട്ടുള്ള 25 4ന്റെ ഗുണിതം അല്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയും ഇത് ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് ഫെബ്രുവരി എത്ര ദിവസമേ ഉള്ളു? 28 ദിവസമേ ഉള്ളു. ഓക്കെ ആണേ? മാസങ്ങൾ കഴിഞ്ഞു. ഏതൊക്കെ മാസം പറഞ്ഞു? ജനുവരിയും പറഞ്ഞു, ഫെബ്രുവരിയും പറഞ്ഞു. ഓക്കെ ആണേ? ജനുവരിയും ഫെബ്രുവരിയും പറഞ്ഞ ചോദ്യം കാണുമ്പോൾ ഒരു മാസമുണ്ട്. അടുത്ത ഏതാ? മാർച്ച്. എന്നാ പിന്നെ അതുകൂടെ അങ്ങ് പറയണം. ഏത് മാസം? മാർച്ച് മാസം. ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് കേട്ടെ, ഒന്ന് വ്യക്തമായിട്ട് കേട്ടെ. മാർച്ച് പറയുമ്പോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാർച്ചല്ലേ അവസാനത്തെ മാസം. മാർച്ചല്ലേ അവസാനത്തെ മാസം. അവസാനത്തെ മാസമാണ് തരുന്നതെങ്കിൽ അവസാനത്തെ മാസത്തിൽ
എത്രയാണോ ചോദിച്ചേ അത്രയും പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ മാർച്ചിൽ മൊത്തം ഒന്നും പറയരുത്, മാർച്ചിലാകെ 31 ദിവസമുണ്ട്, അതൊന്നും പറയരുത്. ഇങ്ങനെ പറയണം, മാർച്ച് എത്രയാണോ ചോദിച്ച് അത്രയും പറയണം. ഇങ്ങനെ പറയണം, മാർച്ച് എത്ര ചോദിച്ചേ? 10 ചോദിച്ചു. സോ മാർച്ചിൽ എത്ര ദിവസം പറഞ്ഞാൽ മതി? 10 ദിവസം പറഞ്ഞാൽ മതി. ഇത് ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ കൂടെ പറഞ്ഞു വന്നേ. ഒന്ന് പറഞ്ഞു വരുമ്പോ ഇത് ക്ലിയർ ആവും. നിങ്ങൾ എങ്ങനെ പറയും? പറ. മാസം ഏതൊക്കെയാ? ജനുവരിയും മാർച്ചും. പറഞ്ഞോ. സ്റ്റെപ്പ് 1, ആദ്യത്തെ സ്റ്റെപ്പ് പറ. തന്ന മാസങ്ങളിൽ ആദ്യത്തെ മാസം പറയും. ജനുവരിയും മാർച്ചും. ആദ്യത്തെ മാസം ഏതാ? ജനുവരി. പറഞ്ഞു. ആദ്യത്തെ മാസം പറഞ്ഞ പിന്നെന്ത് പറയും? ആദ്യത്തെ മാസം ആകെ എത്ര ദിവസം ഉണ്ടെന്ന് പറയും. ജനുവരി ആകെ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. പറഞ്ഞു. അടുത്ത എന്താ? എത്ര തന്നാലും അത് കുറച്ച് പറയും. തരുന്നതിനകത്ത് ടോട്ടലിയും തന്നത് കുറച്ച് പറയും. ജനുവരി എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. അത് കുറയ്ക്കും. 31 15 കുറച്ച എത്ര കിട്ടും? 16. ക്ലിയർ. ജനുവരി കഴിഞ്ഞു. ജനുവരി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഫെബ്രുവരി പോയി. ഫെബ്രുവരി പോകുമ്പോൾ നിങ്ങൾ പറയും ഫെബ്രുവരി ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായല്ലോ. ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് എത്ര ദിവസമേ ഉള്ളൂ? 28 ഉള്ളു. ഫെബ്രുവരിയും കഴിഞ്ഞു. എന്നാ പിന്നെ അടുത്ത നിങ്ങൾ എങ്ങോട്ട് പോകും? മാർച്ചിലോട്ട് പോകും. മാർച്ച് കാണുമ്പോൾ നിങ്ങൾ പറയണം, മാർച്ച് മൊത്തം ഒന്നും പറയണ്ട, മാർച്ച് എത്രയാണോ ചോദിച്ചത് അത്രയും പറഞ്ഞാൽ മതി. മാർച്ച് എത്ര ചോദിച്ചത്? 10 വരെ ചോദിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10 വരെ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. ദിവസമൊക്കെ കിട്ടി. ജനുവരി ഇനി ബാക്കി 16 ദിവസമുണ്ട്. ഫെബ്രുവരി 28 ദിവസമുണ്ട്. മാർച്ച് ആണെങ്കിൽ 10 ദിവസം കിട്ടിയാൽ മതി. കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ ദിവസം എല്ലാം ഒന്ന് കൂട്ടി പറയണം. ഈ കിട്ടിയ ദിവസം എല്ലാം കൂടെ ഒന്ന് കൂട്ടി പറയണം. ഒന്ന് കൂട്ടി പറഞ്ഞേ. 16ന്റെ കൂടെ 28 കൂട്ടാം, പിന്നെ ഒരു 10 കൂടെ കൂട്ടാം. ഞാൻ ഒന്ന് കൂട്ടുകയാണ്. ഒന്ന് പറഞ്ഞ് 8 + 6. 8 + 6 = 14. 8 + 6 = 14. 0 ഇടാകുമ്പോഴത്തേക്ക് 4 തന്നെയല്ലേ? ആ 14ന്റെ 4 അവിടെ കൊടുത്തു. ബാലൻസ് ആ ഒരു 1 ഇവിടെ ഉണ്ട്. ആ 1 മേലെല്ലാം ഇടാം. കൂട്ടി പറയാം. 1 + 1 = 2. 2 + 2 4. 4 + 1 = 5. ശരിയല്ലേ? എല്ലാടാ കൂട്ടിയപ്പോ എത്ര കിട്ടി? 54 കിട്ടി. 54 കിട്ടിയല്ലോ. എന്നാ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം പഠിച്ച കാര്യം എന്താ? കലണ്ടറിൽ തുടക്കത്തിൽ നിങ്ങൾ പഠിച്ച കാര്യം എന്താ? ഓർഡേഴ്സ് പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ കലണ്ടറിൽ ഓർഡേഴ്സ് പഠിച്ചില്ലേ? എന്നാ പറയണം, നിങ്ങൾക്ക് 54 കിട്ടിയെങ്കിൽ 54ൽ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് പറയണം. എങ്ങനെ ഓഡ് ഡേ കാണുന്നേ? ഓഡ് ഡേ കാണാൻ വേണ്ടി നിങ്ങൾ എത്ര കൊണ്ട് ഹരിക്കും? 7 കൊണ്ട് ഹരിക്കും. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തെടുക്കണം? റിമൈൻഡർ എടുക്കണം. പറ. 54നെ 7 കൊണ്ട് ഹരിച്ചു പറ. 54നെ 7 കൊണ്ട് ഹരിച്ച 54 7 തവണ എന്ന് പറയണം. എന്നിട്ട് പറയണം 7 × 7 = 49 ആണ്. ആ 54ൽ നിന്ന് 49 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 5 കിട്ടും. ബാക്കി 5 കിട്ടും. എന്നിട്ട് പറയണം ഇവിടെ ബാലൻസ് 5 കിട്ടിയത് കൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 5 ആണ്. സോ ആൻസർ = 5 എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറയണം. നിങ്ങൾക്ക് ഏത് ദിവസമാണ് തന്നേ? തിങ്കളാഴ്ചയല്ലേ തന്നേ? എന്നിട്ട് ഇങ്ങനെ പറയുക, തിങ്കൾ കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസം? 5ാമത്തെ ദിവസം. തിങ്കൾ കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസം? 5ാമത്തെ ദിവസം. ഒന്ന് പറഞ്ഞേ. തിങ്കൾ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം. റെഡിയല്ലേ? തിങ്കൾ പറയരുത്. തിങ്കൾ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം. എണ്ണി പറ. എന്റെ കൂടെ എണ്ണി വാ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 5ാമത്തെ ദിവസം ഏതായിരിക്കും? ശനിയാഴ്ചയാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ശനിയാഴ്ചയാണ്. നല്ലതുപോലെ നോക്ക്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാണെന്ന് നോക്ക്. ഒന്ന് ഉറപ്പിച്ചോ. ഒറ്റത്തവണ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്ക്. ഒന്ന് കേട്ടെന്ന് ഉറപ്പിക്കുക. ബാക്കി ഒരു 2-3 കണക്കൂടെ, രണ്ടല്ല ഒരു 3 കണക്കൂടെ നമ്മൾ ചെയ്യും. അത് ചെയ്ത് ഈ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ ഉറപ്പിച്ച് നിർത്തും. ഒന്നുകൂടെ ഒന്ന് കേട്ടെ, ഒന്നുകൂടെ ഒന്ന് കണ്ടേ, ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടൈപ്പിലെ കലണ്ടറിന്റെ രണ്ടാമത്തെ ചോദ്യം. എന്തോ ചോദ്യം? 2024 മാർച്ച് 20 എന്ന് പറഞ്ഞ ഞായറാഴ്ചയാണ്. എന്നാൽ 2024 ജൂലൈ 12 എന്ന് പറഞ്ഞ ഏത് ദിവസമാണ്? ചോദ്യം ക്ലിയർ ആണ്. മാർച്ച് 20 ഞായറാഴ്ചയാണെങ്കിൽ അതേ വർഷത്തിൽ ജൂലൈ 12 ചോദിച്ചത്. ഓക്കെ, നമുക്ക് ഈ കണക്കൂടെ ചെയ്യാം. ഈ കണക്കൂടെ ഞാനൊന്ന് ചെയ്യാം, നിങ്ങൾ എന്റെ കൂടെ ചെയ്തു പോവാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറെ കൂടെ ക്ലിയർ ആവും. നമുക്ക് എങ്ങനെയാണ് ദിവസങ്ങൾ എഴുതേണ്ടത് എന്ന രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരുമിച്ച് ചെയ്തു വരണം. ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിപ്പോ പറഞ്ഞ മോഡൽ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് അങ്ങ് ഉറപ്പിക്കും. പിന്നെ ഈ കണക്ക് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ,
നിങ്ങൾ ഇങ്ങനെ നോക്കും. നിങ്ങൾ എങ്ങനെയാ നോക്കുന്നതെന്ന് പറയുകയാണ്. എന്റെ കൂടെ ഒരു മോനും ഉണ്ട്. അവന്റെ കൂടെ ഇരുന്നാണ് ഞാൻ ചെയ്യുന്നത്. ആ മോൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരും, സാറേ 2024 മാർച്ച് 20 ഞായറാഴ്ചയാണെങ്കിൽ 2024 ജൂലൈ 12 ചോദ്യം. ആദ്യ ആൾ ഇങ്ങനെ പറയും 2024 എന്ന് പറയുന്നത് ഇയർ സെയിം ആണ്. സോ ഇയർ സെയിം ആകുമ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കഴിഞ്ഞു, ക്ലിയർ ആയി, ഇയർ ഓക്കെ ആയി. ഇയർ ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രൊസീജിയറിലേക്ക് വരുമ്പം മാർച്ച് 20 ഞായറാഴ്ച ആണെങ്കിൽ ജൂലൈ 12 അല്ലേ ചോദിച്ചേ. അന്നേരം ഇങ്ങനെ പറയണം. അയാൾ പഠിച്ച രീതി അയാൾ പറയും, സാറേ ആദ്യത്തെ മാസം മാർച്ചും ജൂലൈ ആവുമ്പോൾ ആദ്യത്തെ മാസം എന്ന് പറഞ്ഞ മാർച്ച്, അതുകൊണ്ട് ആദ്യം സാർ എഴുതേണ്ട മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് എഴുതണം. ആദ്യത്തെ മാസം മാർച്ച് എഴുതണം. ഓക്കെ ശരി, ഞാൻ എഴുതി ആദ്യത്തെ മാസം മാർച്ച് എഴുതി. പിന്നെ അയാൾ പറയും, സാർ ആദ്യത്തെ മാസം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഉടനെ സാർ പറയേണ്ടത് ഈ ആദ്യത്തെ മാസം ആകെ എത്ര ദിവസം ഉണ്ടെന്ന് പറയണം. ഓക്കെ ശരി, ഞാൻ അതും പറയാം. എന്നാൽ മാർച്ചിൽ ആകെ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അത് കഴിഞ്ഞു. മാർച്ചിൽ ആകെ 31 ദിവസം ഉണ്ടെങ്കിൽ അയാൾ എന്റെ അടുത്ത് വീണ്ടും പറയാ, സാറേ ആകെയുള്ള ദിവസം എഴുതിയല്ലോ, ചുമ്മാ നോക്കിയിരിക്കാതെ സാർ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് തന്ന ദിവസം കുറച്ച് പറഞ്ഞേക്കണം. ആ മാസത്തിൽ എത്ര തന്നോ അത് കുറച്ച് പറയണം. എന്നാ ശരി, അങ്ങനെ അങ്ങ് ചെയ്യാം. മാർച്ചിലാകെ 31 ഉണ്ടല്ലോ, തന്ന എത്ര 20 അല്ലേ, എന്നാ അത് കുറയ്ക്കാം. 31 20 കുറയ്ക്കാം. എത്ര കിട്ടി? 11 കിട്ടി. ശരി ഓക്കെ, അന്നേരം മാർച്ച് ഓക്കെ ആയി. അയാൾ പറഞ്ഞു മാർച്ച് ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യും, ഈ ബാക്കിയുള്ള മാസമൊക്കെ എഴുതിക്കോ. കാരണം ജൂലൈ എഴുതി ചോദിച്ചേ, സാറിന്റെ ഈ മാർച്ച് അല്ലേ ആയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വരുന്ന മാസമൊക്കെ സാറിന് പറയണ്ടേ. മാർച്ച് കഴിഞ്ഞ് സാറിന് ഏപ്രിൽ വേണം, മെയ് വേണം, ജൂൺ വേണം, അവസാനം ജൂലൈ വേണം. ശരി, എന്നാൽ ഞാൻ അതൊക്കെ എഴുതാം. ഞാൻ മാർച്ച് കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഏപ്രിലാണ്. അന്നേരം ഏപ്രിൽ ഞാൻ പറയും അല്ലേ. ഏപ്രിൽ എത്ര ദിവസമാണ്? ഏപ്രിൽ 30 ദിവസം. നമുക്കറിയാമല്ലോ മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണമൊക്കെ നമ്മൾ പഠിച്ചു. ഏപ്രിൽ കഴിഞ്ഞു. ഏപ്രിൽ കഴിഞ്ഞ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മെയ് ആണ്. മെയ് എത്ര ദിവസം? 31 ദിവസം. മെയ്യും കഴിഞ്ഞു. മെയ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം എന്ന് പറഞ്ഞ ഏതാ? ജൂണാണ്. ജൂണിൽ എത്ര ദിവസം? 30 ദിവസം. ജൂണും കഴിഞ്ഞു. ജൂൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ജൂലൈ ആണ്. എന്നിട്ട് ജൂലൈ പറയുമ്പോൾ ഞാൻ പറയാൻ പോവുക ജൂലൈ 31 ദിവസം ഉണ്ട് എന്ന് ഞാൻ പറയാൻ വന്ന്. അന്നേരം അയാൾ പറഞ്ഞു, സാറേ ജൂലൈ ആ ചോദിച്ചേ, ജൂലൈ ആണ് ചോദ്യം. അവസാനത്തെ മാസമാണെങ്കിൽ എവിടം വരെയാണോ ചോദിച്ചത് അത്രയും പറഞ്ഞാൽ മതി. മൊത്തം പറഞ്ഞ് കളയല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു മൊത്തം പറഞ്ഞ് കളയരുത്. ഈ എവിടം വരെ ചോദിച്ചു അത്രയും പറഞ്ഞാൽ മതി. ഓ അത് ശരിയാ. അങ്ങനെ ജൂലൈ ആണെങ്കിൽ അവസാനത്തെ മാസമാണെങ്കിൽ എവിടം വരെ ചോദിച്ചു എവിടം വരെ പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ പറ ജൂലൈ എത്ര വരെ ചോദിച്ച്? 12 വരെ. എന്നിട്ട് എത്ര പറഞ്ഞാൽ മതി? 12 വരെ പറഞ്ഞാൽ മതി. ക്ലിയർ? ഓക്കെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായ കാര്യമാണ്, ശരിയല്ലേ? ഓക്കെ, അയാൾ പറഞ്ഞ പോലെ ഞാൻ എഴുതി. ആദ്യത്തെ മാസം കുറച്ച്, ബാക്കിയുള്ള മാസമൊക്കെ എഴുതി. അവസാനത്തെ മാസം കൂട്ടിയെ കുറയ്ക്കൊന്നും വേണ്ട, എത്ര ചോദിച്ചാൽ അത്രയും പറയണം. ജൂലൈ 12 ചോദിച്ചു, 12 എഴുതി. ശരി ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം ഇവിടെ കൂട്ടും. ഒന്ന് കൂട്ടി പറ. 1ന്റെ കൂടെ 1 കൂട്ടിയാ 2, 2ന്റെ കൂടെ 2 കൂട്ടിയാ 4, കഴിഞ്ഞു. ഇവിടെ 3ന്റെ കൂടെ 1 കൂട്ടിയാ 4, 4ന്റെ കൂടെ 3 കൂട്ടിയാ 7, 7 3 10, 10 + 1 = 11. കൂട്ടിയപ്പോ എത്ര കിട്ടി? 114 കിട്ടി. കിട്ടിയല്ലോ. ഇയാൾ ഇനി പറയുക, സാറേ 114 കിട്ടിയെങ്കിൽ ഇനി നോക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഓട്ടെ കണ്ടുപിടിക്കണം. 114 കിട്ടിയോ? ഇനി എന്തോ ആലോചിക്കുന്നത്? ആ 114-നകത്തുള്ള ഓട്ടെ കാണാൻ വേണ്ടി എത്ര കൊണ്ട് ഹരിക്കണം? 7 കൊണ്ട് ഹരിക്കണം. കാരണം ഓട്ടെ കിട്ടാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കണ്ടേ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആ ഓട്ടെ. സോ 11-നകത്ത് 7 ആണെങ്കിൽ ഒരു തവണ 1 × 7 പോയി കഴിഞ്ഞാൽ ബാലൻസ് 4. 4 കൂടെ താപ്പോട്ട് വന്നാൽ 44 കിട്ടും. ഇനി പറയും 44-നകത്ത് 7 ആണെങ്കിൽ 6 തവണ 7ന്റെ പട്ടിക പറയണം. 6 × 7 = 42. ബാലൻസ് എത്ര ദിവസം? 2 ദിവസം. ഓഡ് ഡേ 2 കിട്ടി. അയാൾ പറയും ആൻസർ എന്ന് പറഞ്ഞാൽ 2 ആണ് സാറേ. ആൻസർ 2 എന്ന് പറഞ്ഞാൽ സാറിന് തന്ന ദിവസം ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പറയണം, ഞായറാഴ്ച കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസം? 2ാമത്തെ ദിവസം. ഞായർ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായർ കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് തിങ്കളായി, 2ാമത്തെ ദിവസം ആകുമ്പോൾ ചൊവ്വയായി. അതുകൊണ്ട് ഈ കണക്കിന്റെ ഉത്തരം ചൊവ്വയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഈ കണക്കിന്റെ ഉത്തരം ചൊവ്വ തന്നെയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി. ഇതാണ് നമ്മളിപ്പം പഠിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾ എന്റെ കൂടെ ചെയ്തു വന്നതാ. ഓക്കെ ആണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി, ചെയ്ത രീതിയൊക്കെ നോക്കി ഒന്നുകൂടെ ഒന്ന് പറയാം. പറ. ആദ്യത്തെ മാസം മാർച്ച്. മാർച്ചിൽ ആകെ എത്ര? 31. തന്നത് 20 എണ്ണം കുറച്ച് പറയണം. 31 ൽ 20 പോയി കഴിഞ്ഞാൽ 11. കഴിഞ്ഞ് ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30. അതെല്ലാം എഴുതിയേ. അടുത്ത എന്താ? ജൂലൈ 12 ചോദിച്ചാൽ 12 പറഞ്ഞാൽ മതി. ജൂലൈ 12 എഴുതിയേ. എല്ലാം കൂടെ കൂട്ടി വെക്കാൻ പാടില്ലല്ലോ. 114. കൂട്ടി കഴിഞ്ഞാൽ പിന്നെ 7 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കാരണം ഓട്ട കിട്ടാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 114 കൊണ്ട് 7 ഹരിച്ചപ്പോൾ റിമൈൻഡർ 2 കിട്ടി. റിമൈൻഡർ 2 കിട്ടിയത് കൊണ്ട് ഞായറാഴ്ച കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം, 1ാമത്തെ ദിവസം തിങ്കളാണ്, 2ാമത്തെ ദിവസം ചൊവ്വയാണ്. സോ ആൻസർ = ചൊവ്വയാണെന്ന് മനസ്സിലായി. റെഡിയാണേ? ഓക്കെ ആണ്.
ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്നൊന്ന് ഉറപ്പിച്ചേ. ഒന്ന് ഉറപ്പിച്ച ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ശരിയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ കണക്ക് ചെയ്യുന്ന ഒരു മാർഗം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ എന്റെ കൂടെ ഒന്ന് കേട്ട് വന്നാൽ ഒരു ഇത്തിരി കൂടെ എളുപ്പത്തിൽ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി ഓക്കെ ആണ്. എന്നാലും നമ്മൾ ഒരു മാർഗം കൂടെ പറയും. വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചാലും മതി. ഇതിപ്പോ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഇത് പഠിച്ചാലും മതി. വേണമെങ്കിൽ ഒരു മാർഗം കൂടെ പറയാം. എന്ന് വെച്ചാൽ ഒരു മാർഗം കൂടെ ഞാനൊന്ന് എഴുതുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതുപോലെ നോക്കണം. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ ഈ കണക്കിനകത്ത് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഒന്ന് കേൾക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. ആദ്യമൊക്കെ പറഞ്ഞതിനകത്ത് ഒരു മാറ്റമില്ലേ, അതുപോലെ തന്നെ നമ്മൾ എഴുതി വെച്ച ആദ്യത്തെ മാസം മാർച്ച് പറഞ്ഞു. മാർച്ചിലുള്ള 31 20 പോയി കഴിഞ്ഞാൽ 11, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 12 ചോദിച്ചു. അതൊക്കെ അങ്ങനെ തന്നെ എഴുതിക്കും. ശരി, അതിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല, അങ്ങനെ അങ്ങ് എഴുതി. ഇനി നിങ്ങൾ ചെയ്തതേ, ഇപ്പൊ നിങ്ങൾ ചെയ്ത് എന്തോന്ന് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു ഞാൻ പറയട്ടെ. നിങ്ങളിപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരുടെ കൂട്ടിയിട്ട് അതിനെ 7 കൊണ്ട് ഹരിക്കും. 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആയതുകൊണ്ട് 2 കൂട്ടി, ഞായറിന്റെ കൂടെ 2 കൂട്ടി, ചൊവ്വയെന്നല്ലേ പറഞ്ഞേ, അങ്ങനെ എഴുതി. ഉത്തരം ചൊവ്വയാണോ? ഓക്കെ, ശരി, സമ്മതിച്ചു. ഇത് ഞാൻ പറയുന്ന രണ്ടാമത്തെ വർഗമാണ്. ഇത് നിങ്ങൾ ഈ ഓഡ് ഡേ കാണാൻ വേണ്ടിയിട്ടേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ 7 കൊണ്ട് ഹരിച്ച്. എന്നാ പിന്നെ ഓഡ് ഡേക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും പറഞ്ഞുകൂടെ, നിങ്ങൾക്ക് ഈ കിട്ടിയ 11, 30, 31, 12 ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടുന്നതിന് മുമ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡ് ഡേ പറഞ്ഞുകൂടെ? ശരിയാണല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടുന്നതിന് മുമ്പ് ഓഡ് ഡേ പറഞ്ഞുകൂടെ? 11-നകത്ത് എത്ര ഓഡ് ഡേ ഉണ്ട്, 30 എത്ര ഓഡ് ഡേ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇങ്ങനെ പറഞ്ഞുകൂടെ? 11-നകത്തുള്ള ഓഡ് ഡേ കിട്ടാൻ വേണ്ടി 11-നെ 7 കൊണ്ട് ഹരിച്ച് പറഞ്ഞാൽ പോലെ. 11-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 × 7 7 പോയി കഴിഞ്ഞാൽ ബാക്കി 4 അല്ലേ? ശരിയല്ലേ? ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ അല്ലേ? 11-ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 4. ശരിയാണ്. ഓക്കെ, എന്നാൽ 11-ലെ ഓഡ് ഡേ 4 ആണെന്ന് മനസ്സിലായി. എന്നാ 30-ലെ ഓഡ് ഡേ ചെയ്യാതെ നമുക്കൊന്ന് പറയാം. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 7ന്റെ പട്ടിക ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ 7ന്റെ പട്ടിക ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന ബാലൻസ് നമുക്ക് ഓഡ് ഡേ ആയിട്ട് പറയാം. നമുക്ക് പറയാം, ചെയ്തു പറയാം. 7ന്റെ പട്ടിക എന്റെ കൂടെ പറഞ്ഞു പോകാം. 1 × 7 7, 2 × 7 14, 3 × 7 21, 4 7 28. ഓക്കെ, പോയി. 4 7 28 പോയി. പക്ഷെ നമുക്ക് 30 ഉണ്ട്. 4 7 28 ഉള്ളു. പക്ഷെ നമ്മുടെ 30 ഉണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ടെന്നുള്ളതിൽ ഓഡ് ഡേ. 30 നിന്ന് 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്. സോ ഓഡ് ഡേ ഈസ് ഈക്വൽ ടു 2 മനസ്സിലായി. ഓഡ് ഡേ ഒക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞേ, അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും നമ്മളത് പറയും. പറ, 31-ൽ ഓഡ് ഡേ എത്ര? 31 4 ആഴ്ച. 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 3. ഓക്കെ ആണ്. എന്നാ പറ, 30-ൽ എത്ര ഓഡ് ഡേ? 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 2. 12-ൽ എത്ര ഓഡ് ഡേ? 12 എത്ര ആഴ്ചയുണ്ട്? 12 ഒരാഴ്ചയല്ലേ ഉള്ളു. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 1 × 7 പോയി കഴിഞ്ഞാൽ 12-ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 5. കിട്ടിയേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം കിട്ടി ഓഡ് ഡേ ഉണ്ടല്ലോ, നേരത്തെ ഈ ദിവസങ്ങൾ കൂട്ടിയതുപോലെ ഈ ഓഡ് ഡേ എല്ലാം കൂടെ കൂട്ടി പറയണം. ഓഡ് ഡേ എല്ലാം കൂട്ടിയെന്ന് പറഞ്ഞ് 4ന്റെ കൂടെ 2 കൂട്ടിയ 6, 6ന്റെ കൂടെ 3 കൂട്ടിയ 9, 9 2 11, 11ന്റെ കൂടെ 5 കൂട്ടിയ 16 കിട്ടിയേ. 16 കിട്ടിക്കഴിഞ്ഞാൽ കലണ്ടറിന്റെ ഉത്തരവ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും 7 താഴെ ആയിരിക്കണം. എപ്പോ ആൻസർ 7ന് മേളിൽ പോയാലും അന്നേരം ഓഡ് ഡേ പറയണം. പറ, 16 കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും 7 താഴെ ആയിരിക്കണം. 7ന് മേളിൽ പോയാൽ അന്നേരം ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 16-നകത്തുള്ള ഓഡ് ഡേ എത്ര? 16-നെ 7 കൊണ്ട് ഹരിച്ചു പറ. 16-നെ 7 കൊണ്ട് ഹരിച്ചാൽ 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 2. 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 2. സോ ആൻസർ ഇസ് ഈക്വൽ ടു 2 നമ്മൾ പറയും. നമുക്ക് തന്നേതാ? ഞായറാണ്. ഞായർ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം, 1ാമത്തെ ദിവസം ആകുമ്പോ തിങ്കളാണ്, 2ാമത്തെ ദിവസം ആകുമ്പോ ചൊവ്വയാണ്. അതുകൊണ്ട് ഈ കണക്കിന്റെ ഉത്തരം ചൊവ്വാഴ്ചയായിരിക്കും എന്ന് പറയും. ഇപ്പൊ ഇത് ഒരു ഇത്തിരി കൂടെ എളുപ്പമായ ഏതാ എളുപ്പം? ഇതാണോ ആദ്യം പറഞ്ഞാണോ? ചിലപ്പോ രണ്ട് രീതിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. നമ്മൾ ഈ 2 രീതിയും പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ എളുപ്പം എന്ന് ചെയ്യും. ഇത് ഈ വലിയ സംഖ്യ കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2ാമത്തെ രീതിയുടെ പറഞ്ഞത്. അല്ല, വലിയ സംഖ്യ കൂട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതി ഉറപ്പിച്ച് മനസ്സിലാക്കി ഇതങ്ങ് ചെയ്യണം. ഈ ടൈപ്പ് ക്ലിയർ ആയി. നമ്മളൊരു 2 കണക്കൂടെ ചെയ്യും. ആ 2 കണക്കിന് നിങ്ങൾ തനിയെ ചെയ്യണം. തനിയെ ചെയ്തിട്ട് ഞാൻ ചെയ്തു വരുമ്പോൾ അത് ശരിയാണെന്ന് ഉറപ്പിച്ച ഈ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഓക്കെ ആണ്. റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഈ ടൈപ്പിലെ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, എന്താ ചോദ്യം? 2023 ഓഗസ്റ്റ് 15 ശനിയാഴ്ചയാണ്. എന്നാ 2023 ഡിസംബർ 25 ദിവസം. അങ്ങനെ ചോദിക്കും, 2023 സ്വാതന്ത്ര്യദിനം ശനിയാഴ്ചയാണെങ്കിൽ 2023 ക്രിസ്മസ് എന്നാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 ശനിയാഴ്ചയാണ്, അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 25 എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞ് ചോദ്യം നമ്മൾ ഇങ്ങനെ എടുത്തെഴുതും, തകർത്തി എഴുതും. ഓക്കെ, അങ്ങനെ എഴുതി. പിന്നെ ക്വസ്റ്റനിലേക്ക് വരാം. ഈ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ തനിയെ ചെയ്യും. നിങ്ങൾ തനിയെ ചെയ്തിട്ട് ഞാൻ ചെയ്ത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് തീർക്കും, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് ഉറപ്പിക്കും. അത്രയല്ലേ ഉള്ളു. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ ക്വസ്റ്റനിലേക്ക് പോവാം. ഞാനങ്ങ് പറയുകയാണെ ഒന്ന് പറഞ്ഞ് മാസങ്ങൾ, വർഷം ശരിയാണെന്ന് ഉറപ്പിച്ചല്ലോ. 2023 സെയിം ആണ്. എന്നാൽ മാസം ഏതൊക്കെയാ? ഓഗസ്റ്റും ഡിസംബറും. അന്നേരം ആദ്യത്തെ മാസം പറയണം. ആദ്യത്തെ മാസം ഏതാ? ഓഗസ്റ്റ്. ആദ്യത്തെ മാസം ഞാൻ പറഞ്ഞു. ഓഗസ്റ്റിൽ ആകെ എത്ര ദിവസം? 31 ദിവസം. തന്നത് കുറയ്ക്കും. 31 15 കുറയ്ക്കും. 31 15 കുറച്ചാൽ ബാക്കി എത്ര? 16. ഓഗസ്റ്റ് കഴിഞ്ഞു. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ. സെപ്റ്റംബറിൽ എത്ര ദിവസം? ഓഗസ്റ്റിന് 31 ആണെങ്കിൽ സെപ്റ്റംബറിൽ 30 ഉള്ളു. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒക്ടോബർ. ഒക്ടോബറിൽ എത്ര ദിവസം? 31 ദിവസം. ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നവംബർ. നവംബറിൽ എത്ര ദിവസം? 30 ദിവസം. നവംബറിൽ 30. നവംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ഡിസംബർ. ഡിസംബർ എടുക്കുമ്പോൾ ഡിസംബർ എത്ര ചോദിച്ചേ അത് പറഞ്ഞാൽ മതി. മൊത്തം പറയണ്ട. ഡിസംബർ എത്ര ചോദിച്ചോ അത് പറഞ്ഞാൽ മതി. ഡിസംബർ എത്ര ചോദിച്ചേ? 25. സോ 25 പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് 2 മാർക്ക് പറയാം. ഒന്നുകിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ നിങ്ങൾ 7 കൊണ്ട് ധരിച്ചിട്ട് റിമൈൻഡർ പറയും. അത് ചെയ്യാൻ എല്ലാവർക്കും അറിയാവേ. ഓക്കെ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ആ രണ്ടാമത് പറഞ്ഞ മാർഗത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്തോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്തോ. ഇതെല്ലാം കൂടെ കൂട്ടിയോ അതിനെ 7 കൊണ്ട് ഹരിച്ചിട്ട് ആ റിമൈൻഡർ പറഞ്ഞു അങ്ങനെ ചെയ്തോ. ഞാൻ ആ രണ്ടാമത്തെ മാർക്ക് കൂടെ പറയാം. എങ്ങനെയാണ്? 16-നകത്തുള്ള ഓഡ് ഡേ പറയും. 16-നകത്ത് എത്ര ഓഡ് ഡേ ഉണ്ട്? 16-നകത്ത് 2 ആഴ്ച. 2 7 14. 16 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 2. ശരി. എന്നാൽ 30-നകത്ത് എത്ര ഓഡ് ഡേ ഉണ്ട്? 30 ആകുമ്പോ എത്ര ആഴ്ച? 4 ആഴ്ച. 4 7 28. അന്നേരം ബാക്കി എത്ര? 2. അതും കഴിഞ്ഞു. എന്നാൽ 31-ൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 31 ആകുമ്പോ 4 7 28. ബാലൻസ് എത്ര? 3. അതും കഴിഞ്ഞു. 30-ൽ എത്ര ഓഡാ? 4 7 28. ബാലൻസ് 2. അതും കഴിഞ്ഞു. എന്നാൽ പിന്നെ 25-ൽ എത്ര ഓഡ്? 25 ആകുമ്പം 3 7 21. 3 ആഴ്ചയുള്ള. 3 7 21 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ട്. സോ 4 എഴുതി വെച്ചു. ക്ലിയർ ആയേ? ഇങ്ങനെ എഴുതി. 16 ഇത് 2 ആഴ്ച. 14 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 30 ആകുമ്പോ 28 പോയി കഴിഞ്ഞാൽ 2. 31 28 പോയി കഴിഞ്ഞാൽ 3. 30 ആകുമ്പോ 2. 25 ശ്രദ്ധിച്ചോണം. 3 ആഴ്ചയുള്ള. 3 7 21 പോയി കഴിഞ്ഞാൽ ബാക്കി 4. ഇനി ഞാൻ ഓഡ് ഡേഴ്സ് എല്ലാം കൂട്ടുകയാണ്. 2ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4. 4ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 7. വേണമെങ്കിൽ നിങ്ങൾക്ക് 7 അങ്ങ് വെട്ടിക്കളയാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മനസ്സിലായോ? 2ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4 3 7 കിട്ടിയല്ലോ. കാരണം നമ്മൾ ഓഡ് ഡേ ആ കാണാൻ പോകുന്നത്. കലണ്ടറിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 7 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആഴ്ചകൾ കളയുക എന്നുള്ളതാ. എന്ന് വെച്ചാൽ 2 2 4 3 7 ആകുമ്പോൾ ആഴ്ച പോയി. നമുക്ക് ആഴ്ചയല്ല വേണ്ടേ, നമുക്ക് വേണ്ടത് ആഴ്ചകൾ പോയി കഴിഞ്ഞാലുള്ള ബാലൻസ് ആണ്. സോ ഇവിടെ 7 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 2 4 എത്രയുള്ളു? 6 ഉള്ളു. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ 2 2 3 വരുന്നല്ലോ. അതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ 2 2 4 4 3 7 7 2 9 9ന്റെ കൂടെ 4 കൂട്ടിയ 13 കിട്ടും. അങ്ങനെയല്ലേ നേരത്തെ ചെയ്ത്? അങ്ങനെ ചെയ്യുമ്പോൾ 13-ൽ ഓഡ് ഡേ പറയാൻ വേണ്ടി 13-നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 × 7 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 6 കിട്ടും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 6 ആണ്. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേ? 2 2 4 3 7 പോയി കഴിഞ്ഞാൽ ബാക്കി 2 4 എത്ര? 6. എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അതാ പറഞ്ഞേ, കലണ്ടർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും ശരി, ഫൈനലി കിട്ടുന്ന അവസാനം കിട്ടുന്ന ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഇനി ഇങ്ങനല്ല, നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ കിട്ടിയ നമ്പറിനെ കൊണ്ട് 7 ഹരിച്ചാലും കിട്ടുന്ന എത്ര തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. എങ്ങനെ ചെയ്താലും ഉത്തരം 6 ആണ്. സോ ആൻസർ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ തന്ന ദിവസം ശനിയാണ്. ശനിയാഴ്ച കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. എണ്ണിപ്പറ. ശനി കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം എന്റെ കൂടെ എണ്ണിവാണ്. ശനി കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ശനി കഴിഞ്ഞ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. സോ ആൻസർ ഇസ് ഈക്വൽ ടു വെള്ളിയാഴ്ചയായിരിക്കും ശനി കഴിഞ്ഞാൽ വരുന്ന 6ാമത്തെ ദിവസം. 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസമായിരിക്കും.
7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സെയിം ഡേ ആയിരിക്കും. അതുകൊണ്ട് 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസം. സോ ശനിയുടെ തൊട്ട് തലേന്ന് വെള്ളി. ആൻസർ ഇസ് ഈക്വൽ ടു വെള്ളിയാഴ്ചയാണ്. എന്താണ് ഇത്? ക്ലിയർ ആയി? ഇത് മനസ്സിലായി? ഇത് ഉറപ്പിക്കാം. ഇത് വ്യക്തമായെങ്കിൽ, ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു കണക്കൂടെ നിങ്ങൾ ചെയ്യണം. ഒരു കണക്കൂടെ ചെയ്ത് നമ്മൾ ഈ ടൈപ്പ് തീർക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണക്കൂടെ ചെയ്തിട്ട് ഇതങ്ങ് ഉറപ്പിക്കാം, ഇതങ്ങ് തീർക്കാം. ഓക്കെ, എല്ലാരും ഒന്ന് കൂടെ വന്നേ. 1975 ജനുവരി 25 വെള്ളിയാഴ്ചയായാൽ 1975 ജൂൺ 20 ഏത് ദിവസം? ഓക്കെ, നമുക്ക് ചെയ്യാം. പറഞ്ഞു 1975 ആകുമ്പം ഇയർ സെയിം ആണ്. ശരി, അത് കഴിഞ്ഞു. ഇനി ചെയ്തങ്ങ് പോയിക്കോണേ. ആദ്യത്തെ മാസം ജനുവരിയും ജൂണും ആകുമ്പം ആദ്യത്തെ മാസം എന്ന് പറഞ്ഞാൽ ജനുവരി പറയണം. ജനുവരിയിൽ ആകെയുള്ള 31 പറയണം. അത് പറഞ്ഞു. തന്നത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 31 ൽ 25 കുറയ്ക്കണം. 31 ൽ 25 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 ദിവസം. അത് എഴുതി. ശരി, ജനുവരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ഫെബ്രുവരി. ഫെബ്രുവരി എടുക്കുമ്പോൾ എന്ത് ചെക്ക് ചെയ്യണം? ലീപ്പ് ഇയർ ആണോ? 75 ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്ത് മറ്റു ചെക്ക് ചെയ്ത് നോക്കിയേ. 75നെ 4 കൊണ്ട് ഹരിച്ചു നോക്ക്. 75 ലീപ്പ് ഇയർ ആണോ? 75നെ 4 കൊണ്ട് ഹരിച്ചാൽ 18 തവണ എന്ന് കിട്ടും. 18 4 72 പോയി കഴിഞ്ഞാൽ ബാക്കി 3 അല്ലേ? സോ റിമൈൻഡർ വന്നത് കൊണ്ട് 75 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ റിമൈൻഡർ 0 വരണ്ടേ. ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് 75 ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് ഫെബ്രുവരി എത്ര ദിവസമേ ഉള്ളു? 28 ഉള്ളു. ലീപ്പ് ഇയർ ആയിരുന്നെങ്കിൽ നമ്മളോട് 29 എഴുതിയാണ്. ഓക്കെ, ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു. അടുത്ത ഏതാ? മാർച്ച്. മാർച്ച് എടുക്കുമ്പോൾ മാർച്ചിൽ എത്ര ദിവസം? 31 ദിവസം. മാർച്ച് കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? ഏപ്രിലാണ്. ഏപ്രിൽ എത്ര ദിവസം? 30 ദിവസം. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? മെയ് ആണ്. മെയ്യിൽ എത്ര ദിവസം? 31 ദിവസം. മെയ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണാണ്. ജൂണിൽ എത്ര ദിവസം? 30 ദിവസമാണ്. പക്ഷെ ശ്രദ്ധിച്ചോണം, ജൂണിൽ 30 വേണ്ട. കാരണം ജൂണാണ് ചോദിച്ചത്. ജൂൺ എത്ര ചോദിച്ചേ? 20 ചോദിച്ചത്. അതുകൊണ്ട് ജൂണിൽ എത്ര ദിവസം പറഞ്ഞാൽ മതി? 20 ദിവസം പറഞ്ഞാൽ മതി. പറഞ്ഞല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. ദിവസമൊക്കെ എഴുതി വെച്ചു. ബാക്കിയൊക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് പല രീതികൾ അറിയാം, പല ടൈപ്സ് അറിയാം, പല രീതി ചെയ്യാൻ അറിയാം. ഞാൻ ഇങ്ങനെ പറയും, എല്ലാത്തിനകത്തെ സെപ്പറേറ്റ് ഓർഡേഴ്സ് പറയും. ഒരുമിച്ച് കൂട്ടിക്കോ, അങ്ങനെ ചെയ്തോ. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്തോ. ഞാൻ സെപ്പറേറ്റ് പറയും. ഫസ്റ്റ് 6 ആണെങ്കിൽ അവിടെ ആഴ്ചകളൊന്നുമില്ലെങ്കിൽ ഈ 6 ദിവസം ഓർഡേഴ്സ് ആണ്. സോ ഓർഡേഴ്സിന്റെ 6 വേണം. 7ന് മേളിൽ വന്നാൽ മാത്രം 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 താഴെയാണെങ്കിൽ ആ നമ്പർ അങ്ങെടുത്ത് എഴുതിയാൽ മതി. ഇത് 7 താഴെയാണല്ലോ, 6 ദിവസം ഓർഡേയാണ്. അവിടെ ആഴ്ച ഇല്ലാത്തതുകൊണ്ട് 6 ദിവസങ്ങൾ. സോ ഓർഡേഴ്സിന്റെ 6 തന്നെ എഴുതിയാൽ മതി. 7ന് മേളിൽ വന്നാൽ മാത്രം 7 കൊണ്ട് ഹരിക്കണം. എന്നാ പറ, 28 എത്ര ഓർഡേ? 4 7 28, ബാക്കി 0. 31 എത്ര ഓർഡേ? 4 7 28, ബാക്കി 3. 30 4 7 28, ബാക്കി 2. 31 4 7 28, ബാക്കി 3. 20 2 7 14, രണ്ടാഴ്ചയുണ്ട്. 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 6. ശരിയല്ലേ? ഇനി ഇതെല്ലാം അവിടെ കൂട്ടി വെക്കണം. ഒന്ന് കൂട്ടി പറ. 6ന്റെ കൂടെ 3 കൂട്ടിയ 9. 9ന്റെ കൂടെ 2 കൂട്ടിയ 11. 11ന്റെ കൂടെ 3 കൂട്ടിയ 14. 14ന്റെ കൂടെ 6 കൂട്ടിയ 20. ഉറപ്പിച്ചേ. 6 + 3 9. 9 2 11. 11 3 14. 14 6 20. എപ്പോഴും പറഞ്ഞ് ഉറപ്പിച്ചോണം. ഓക്കെ, 20 കിട്ടി. 20 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഓർഡേ പറയാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കും. ആലോചിച്ച് പറഞ്ഞാലും മതി. 20ന് 7 കൊണ്ട് ഹരിക്കുമ്പോ 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 6 കിട്ടി. ബാക്കി 6 കിട്ടുമ്പോ ചോദ്യം ചെയ്താ വെള്ളിയാണ്. വെള്ളി കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയും. 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസം. തൊട്ട് തലേ ദിവസം ആയതുകൊണ്ട് ആൻസർ ഈക്വൽ ടു വെള്ളിയുടെ തലേന്ന് എന്ന് പറഞ്ഞാൽ വ്യാഴമായിരിക്കും. സോ ഈ കണക്കിന്റെ നമ്മുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയായിരിക്കും ഉത്തരം. എല്ലാവർക്കും ശരിയായി കാണും. എന്നെക്കാട്ടി മുമ്പേ നിങ്ങൾ ഇത് ചെയ്ത് കാണും. നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റും. വ്യക്തമാണോ? ഞാൻ കലണ്ടറിന്റെ ആദ്യത്തെ ടൈപ്പ് 1 ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നുകൂടെ ചെയ്യണം. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ചെയ്ത കണക്കുകളൊക്കെ ഒന്നുകൂടെ നോക്കണം. ഈ ഒരു ടൈപ്പിൽ നിന്ന് ഇനി ഒരു കണക്ക് വന്ന ഒരു PSC എക്സാമിനകത്ത് ആ കണക്ക് നമ്മുടെ ഇന്ന് പോകരുത്. ആ രീതിക്ക് ഇതങ്ങ് ഉറപ്പിച്ചോ. ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത കലണ്ടറിനകത്തെ ആദ്യത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് പല PSC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു 4 ചോദ്യം. 4 ചോദ്യങ്ങളല്ല ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഞാനൊരു 4 ചോദ്യം നിങ്ങൾക്ക് ഇവിടെ തരികയാണ്. നിങ്ങളത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ആൻസറുകൾ, നിങ്ങൾ കിട്ടുന്ന ഉത്തരങ്ങൾ കമന്റ് ചെയ്യണം.
എന്ന് അങ്ങനെ ചെയ്ത് ഉറപ്പിച്ച് നമുക്ക് ഈ ഒരു ടൈപ്പിൽ ആദ്യത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻ തീർക്കാം. ഓക്കെ, ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം. 2016 ഫെബ്രുവരി 25 തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8 ഏത് ദിവസം? അത് 2021 നടത്തിയ ഒരു +2 പ്രിലിംസിന്റെ എക്സാമിന്റെ ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഏപ്രിൽ 17 ബുധനാഴ്ചയാണെങ്കിൽ 2019 ജൂൺ 12 ഏത് ദിവസം? അതും ആ +2 പ്രിലിംസിന്റെ രണ്ടാമത്തെ ടയറിനകത്ത് ഇടുന്ന എക്സാമിന്റെ ചോദ്യമാണ്. അടുത്തത് 2021 ജനുവരി 1 വെള്ളിയാഴ്ചയായാൽ 2021 ഫെബ്രുവരി 1 ദിവസം? അത് 2021 നടത്തി വിയോട് എക്സാമിന്റെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ എക്സാമിന്റെ ചോദ്യമാണ്. ഇത് ഫെബ്രുവരി 1 2008 ബുധനാഴ്ചയായാൽ മാർച്ച് 4 2008 ദിവസം? അത് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാമിനകത്ത് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെ ഒരു 4 ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്തു നോക്കാനാണ്. നമ്മൾ ഇന്ന് പഠിച്ച കണക്കുകൾ നിങ്ങൾ ആദ്യം ചെയ്യണം. അത് ചെയ്തിട്ട് ഈ 4 കണക്കൂടെ ചെയ്ത് നിങ്ങളുടെ ഉത്തരം എനിക്കൊന്ന് കമന്റ് ചെയ്ത് ആദ്യത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കഴിഞ്ഞു. ഇനി ഒരു എക്സാമിനകത്ത് സെയിം ഇയറിൽ ഒരു ചോദ്യം വന്നാൽ, ഇയർ സെയിം ആയിട്ട് ഇതെല്ലാം സെയിം ഇയർ ആണ്, സെയിം ഇയറിൽ ഒരു ചോദ്യം വന്നാൽ നമ്മളത് ചെയ്യും. ഉറപ്പായിട്ടും നമുക്ക് കലണ്ടറിനകത്ത് 1 മാർക്ക് ഉറപ്പിച്ചു വെക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.